ഹായ് ഡിയേഴ്സ്, അപ്പോൾ അത് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു സ്നാക്സും കൂടെയാണ് കേട്ടത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒരു നോർമൽ പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റവ ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. അതിൻ്റെ കളർ മാറി വരുന്നവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ചെറിയൊരു പൊട്ടാറ്റോ നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 1/2 മിനിറ്റ് സമയം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ഇതായതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ പെട്ടെന്ന് തന്നെ ഒന്ന് വേവാവും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും കേട്ടോ. ഇതിലോട്ട് ഒരു തണ്ട് മല്ലിയിലും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നമ്മൾ റവ കുതിർക്കാൻ വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ റവ ഒന്നുകൂടി കുതിർന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കൊന്നും വേണ്ട. കുറച്ച് കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കറിയൊന്നും വേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തന്നെ അടിപൊളിയാട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കുക. ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോഡപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനുള്ളിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടും. ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ചേർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു കുഴിയുള്ളൊരു പാനാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നാൽ നമുക്കിതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം.
ഫുൾ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 തവി മാവ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു സമയം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഓയിലൊന്ന് തൂവി കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് മറിച്ചിട്ടെടുക്കുക. മറിച്ചിട്ടെടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് പ്രസ്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു 1/2 മിനിറ്റ് സമയം ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.